എക്സൈസ് ലോക്കപ്പിനുള്ളിൽ പ്രതി മരിച്ചതിൽ ദുരൂഹത. പാലക്കാട് ഹാഷിഷ് ഷോയിൽ സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ലോക്കപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഇടുക്കി സ്വദേശി ഷോജോ ജോണിനെയാണ് പാലക്കാട് എക്സൈസ് ടവറിനുള്ളിൽ ലോക്കപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുക. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഷോജോ ജോണിനെ വീട്ടിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടുന്നത്. വിപണിയിൽ 25 ലക്ഷം രൂപ വില വരുന്ന 2 കിലോ ഹാഷിഷ് ഓയിലാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് പുലർച്ചെ 3 ഷോജോ ജോണിനെ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. രാവിലെ 6:30 ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് ലോക്കപ്പിനകത്ത് ഉടുത്തിരുന്ന മുണ്ടുപയോഗിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ ഷോജോ ജോണിനെ കണ്ടെത്തിയത്. 7 മണിയോടെയാണ് ഭാര്യയെ വിവരമറിയിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഭാര്യ ജ്യോതി പറയുന്നത്. കുറ്റം സമ്മതിച്ച ഷോജോ ആത്മഹത്യ ചെയ്യില്ലെന്നും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കുന്നതായും ജ്യോതി 24നോട് പറഞ്ഞു. സൂയിസൈഡ് ചെയ്താണ് പറയണെങ്കിലും അവിടെ സ്റ്റേഷനിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ? കാരണം ഇന്നലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താലും ജയിലിലിടാനുള്ള സമയമായോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് മറ്റു കാര്യങ്ങളൊന്നും രാവിലെ ഇല്ലേ. പക്ഷെ അതിന് മുമ്പ് എങ്ങനെ ഇവർ സൂയിസൈഡ് ചെയ്തു? അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു നിനക്ക് തരേണ്ടത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടുമെന്ന് പറഞ്ഞാൽ ഇനി അവർ തല്ലി കൊന്നാണെന്നാണ് ഞങ്ങൾക്ക്. കാരണം ബോഡി കണ്ടാൽ അറിയാൻ പറ്റും. ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓടുമൊന്നുമില്ല, ഞാൻ കുറ്റം സമ്മതിച്ചാണ്. അപ്പം എൻ്റെ കയ്യാമം വെച്ചിട്ടും 2-3 പേര് തള്ളിക്കൊണ്ടാണ് പോയത്. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓടില്ല പറഞ്ഞു. എന്ത് കേസാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാവാന്ന് പറഞ്ഞാണ്. അങ്ങനെയുള്ള ആളെങ്ങനെ സൂയിസൈഡ് ചെയ്യും? CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഷോജോയുടെ മരണം ആത്മഹത്യയെന്ന് വ്യക്തമായെന്നാണ് ഉയർന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിഷയത്തിൽ എക്സൈസ് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്.